ഹായ്. ജലദോഷം, പനി എന്ന പോലെ തന്നെ ഛർദി, വയറിളക്കം ഇതൊക്കെ തീവ്രമായി പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ശുചീകരണ ക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഛർദിക്കുന്നത് ഒരിക്കലും ദോഷകരമായിട്ടൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പലരും ഛർദി, വയറിളക്കം വരുന്ന ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കാൻ ശ്രമിക്കും. സത്യത്തിൽ നിങ്ങളുടെ ആമാശയത്തിന് പറ്റാത്തതെന്തോ അകത്ത് ചെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഛർദി ഉണ്ടാകുമ്പോഴോ വയറിളക്കം ഉണ്ടാകുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് സുഖം പ്രയാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുകയും അതുപോലെ ഒരുപക്ഷെ വെള്ളം കുടിക്കുകയും വീണ്ടും ഛർദിയും വയറിളക്കം ഫീൽ ചെയ്ത് ഒരു കുഴപ്പമില്ല, കുറച്ച് സ്വാഭാവിക അനുഭവത്തിലൂടെ പറയുന്നതാണ്. അതുകൊണ്ട് ഇനി നമുക്കുണ്ടാകുന്ന ഛർദിയായാലും വയറിളക്കമായാലും അത് മരുന്ന് ഉപയോഗിക്കാതെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നല്ല ആരോഗ്യാവസ്ഥയിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലാക്കുക. ജീവന്റെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളെ, തീവ്രപ്രവർത്തനങ്ങളെ ഒരിക്കലും രാസമരുന്നുകൾ ഉപയോഗിച്ച് തടയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.